യേശുക്രിസ്തുവിനെ കുറിച്ച് അന്നത്തെ ജഡ്ജിമാരൊക്കെ ഒരുപോലെ പറഞ്ഞു, ഈ മനുഷ്യൻ മരണകരമായ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, നിങ്ങൾ കൊണ്ടുപോയി തന്നെ നോക്കിക്കൊള്ളുക. അപ്പോൾ പിന്നെ എന്തിനാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും യാഗത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും മാത്രമല്ല മടങ്ങി വരവിനെ കുറിച്ചും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ കാൽവരി യാഗത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേലായി. നമ്മളെല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയവരായിരുന്നു. എല്ലാം നമ്മുടെ എല്ലാവരുടെയും അകൃത്യങ്ങൾ യേശുവിന്റെ മേൽ ചുമത്തി. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാണ്: നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപവും ചുമന്നുകൊണ്ട് യേശുക്രിസ്തു കാൽവരിയിൽ ക്രൂശിന്മേൽ കയറുവാനിടയായി തീർന്നു. അതുകൊണ്ട് പ്രിയരെ, മനുഷ്യവർഗത്തിലെ സകല പാപങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ മനുഷ്യനെ കൊണ്ട് കഴിയാത്തതുകൊണ്ട് സർവശക്തനായ ദൈവം നമ്മെ രക്ഷിക്കുവാൻ ഒരുക്കിയ രക്ഷയുടെ മാർഗമാണ് ക്രിസ്തുവിന്റെ കാൽവരിയിലെ യാഗം. വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നു: സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നൽകാതിരിക്കുമോ? അതുകൊണ്ട് പ്രിയരെ, മനുഷ്യന്റെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേറെ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് പാപത്തിന്റെ ബന്ധനത്തിൽ നിങ്ങൾ കുടുങ്ങി സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, നിരാശയിലോ ആത്മഹത്യ ചിന്തയിലോ മദ്യപാനത്തിലോ മയക്കുമരുന്നിലോ ലഹരിയുടെ ഉപയോഗത്തിലോ ഒക്കെ നിങ്ങൾ അടിമപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സന്ദേശം ഇവിടെ ഒന്ന് പറഞ്ഞത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപം കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെണ്മയുള്ളതായി തീരും, രക്താംബരം പോലെ ചുവന്നിരുന്നാലും അത് പഞ്ഞി പോലെ ആയിത്തീരും. അപ്പൊ നമ്മുടെ സൃഷ്ടിതാവായ ദൈവം നമ്മുടെ പാപത്തിന് പരിഹാരം ഒരുക്കി. അപ്പൊ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മളെ അടുപ്പിക്കുവാൻ പാപമായിരുന്നു അതിന്റെ തടസ്സം. അപ്പോൾ ആ പാപത്തിന് പരിഹാരം കർത്താവ് ഒരുക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ആ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7-9 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വാസ്തവമായി നിങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമത്രേ. അതുകൊണ്ട് പാപപരിഹാരത്തിനു വേണ്ടി മതം മാറിയതുകൊണ്ടോ പേര് മാറിയതുകൊണ്ടോ നാട് മാറിയതുകൊണ്ടോ ഇനി അതേ നേർച്ചകളോ കാഴ്ചകളോ അർപ്പണങ്ങളോ തർപ്പണങ്ങളോ നടത്തിയതുകൊണ്ടോ പൊന്നോ വെള്ളിയോ കൊടുത്തതുകൊണ്ടോ മനുഷ്യന്റെ കർമ്മ അതേ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ മനുഷ്യന്റെ പാരമ്പര്യങ്ങൾ കൊണ്ടോ പണം കൊണ്ടോ അധികാരങ്ങൾ കൊണ്ടോ പാപത്തിന് പരിഹാരം വരണമെന്നില്ല. പാപത്തിന് പരിഹാരം വരണമെങ്കിൽ നമ്മുടെ പാപം സർവശക്തനായ ദൈവത്തോട് നമ്മൾ ഏറ്റുപറയണം. പാപം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാകണമെങ്കിൽ സത്യം എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്: ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് എത്തിച്ചേരുവാനിടയായി തീരത്തില്ല. അതുകൊണ്ട് സമയം വേഗത്തിൽ മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെയൊക്കെ ഈ ജീവിതം 70 ഏറിയാൽ 80 വർഷം വരെ മാത്രമാണ് മനുഷ്യന്റെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത്. അതിനുശേഷം എല്ലാ മനുഷ്യർക്കും ഒരു മരണമുണ്ട്. മരണം എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും കൊട്ടാരമാണെങ്കിലും കുടിലാണെങ്കിലും മരണം തേടി വരും. അത് നിശ്ചയമാ. ജനിക്കപ്പെട്ട സകല മനുഷ്യരും മരിക്കും. മരിക്കാതിരിക്കാൻ ഒരൊറ്റ മരുന്നേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ഓടി വന്നിട്ട് ചോദിക്കും, സാറേ ആ മരുന്നിന് തരാമോ എന്ന്. നമുക്കൊക്കെ ജീവിക്കാൻ ഒത്തിരി ആഗ്രഹമാണ്, അല്ലെ? മരിക്കാതിരിക്കാൻ ഒരൊറ്റ മരുന്നുണ്ട്. എന്താ മരുന്ന്? മതം മാറിയത് കൊണ്ടോ പേര് മാറിയത് കൊണ്ടോ നാട് മാറിയത് കൊണ്ടോ അല്ല. മരിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ: ജനിക്കാതിരുന്നാൽ മതി. മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരുന്നാൽ മതി. ജനിച്ച എല്ലാ മനുഷ്യർക്കും മരണമുണ്ട്. മൈക്കിൾ ജാക്സനെ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? നമ്മുടെ യുവാക്കളുടെ ഹരമായിരുന്ന മൈക്കിൾ ജാക്സൺ, അദ്ദേഹം മരിക്കണ്ട എന്ന് വിചാരിച്ചു 150 വയസ്സ് വരെയെങ്കിലും ഭൂമിയിൽ ജീവിക്കണമെന്ന് ചിന്തിച്ച് 14 ഡോക്ടർമാരെ ചികിത്സയ്ക്ക് വേണ്ടി നിർത്തി. പക്ഷെ 14 ഡോക്ടർമാർ മൈക്കിൾ ജാക്സനെ ചികിത്സിക്കുമ്പോഴും മെഡിക്കൽ സയൻസിനോ ഡോക്ടർമാർക്കോ മൈക്കിൾ ജാക്സന്റെ ജീവനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. 50-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണം വഴിയായി ലോകത്തിൽ നിന്നും വിട പറയുവാനിടയായി തീർന്നു. 150 വർഷം വരെയും ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യനാ.
14 ഡോക്ടർമാർ ചികിത്സിച്ചിരുന്ന മനുഷ്യനാ. പക്ഷേ മരണത്തെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് മരണമെന്ന് പറയുമ്പോൾ പേടിക്കരുത്. ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഇതിനേക്കാൾ മനോഹരമായ നന്മകൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ഒരു ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഒന്നല്ലെങ്കിൽ നിത്യമായ സ്വർഗം, അല്ലെങ്കിൽ നിത്യമായ നരകം. എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് എത്തുവാൻ വേറെ ഒരു കുറുക്കു വഴിയുമില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, അതേ മരിച്ചവർ ആബാലവൃത്തം ഉയർത്തെഴുന്നേറ്റ് സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അത് പുസ്തകങ്ങൾ തുറക്കുന്നു. ആ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. ഈ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. അപ്പോൾ പുസ്തകത്തിൽ എഴുതപ്പെട്ടതിനനുസരിച്ച് മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ശിക്ഷാവിധി ഉണ്ടാകുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുയേശുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാകുന്നു. അപ്പോൾ മരിക്കാം. ആ മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാ. മരണത്തിനപ്പുറത്ത് ഒരു നിത്യജീവനോട് ഒന്നല്ലെങ്കിൽ നിത്യമായ സ്വർഗത്തിലോ അല്ലെങ്കിൽ നിത്യമായ നരകത്തിലോ ആയിരിക്കും. ആരാ നരകത്തിൽ പോകുന്നത്? ആരാ സ്വർഗത്തിൽ പോകുന്നത്? ഇവിടെ പണമുള്ളത് കൊണ്ടും പാരമ്പര്യമുള്ളത് കൊണ്ടും അധികാരമുള്ളത് കൊണ്ടും നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമോ? ഒരിക്കലും പോകാൻ പറ്റത്തില്ല. എനിക്ക് വെളുത്ത കളറുണ്ട്, എനിക്ക് നല്ല ഡിഗ്രി ഉണ്ട്, സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് അറിവില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ല, പണമില്ല, ഞാൻ കറുത്തവനാണ്, ഞാൻ നരകത്തിലേക്ക് പോകുമോ? ഒരിക്കലും പോകത്തില്ല. അപ്പൊ ആരാ നരകത്തിൽ പോകുന്നേ? ആരാ സ്വർഗത്തിൽ പോകുന്നേ? അപ്പൊ സ്വർഗത്തിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോകാൻ കഴിയത്തില്ല. കാരണം എന്താ? സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണ്, ഭൂമി ദൈവത്തിന്റെ പാദപീഠമാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നും വന്നവൻ, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവൻ, സ്വർഗത്തെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നു. ആകാശത്തിനും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി നിങ്ങൾക്കായി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ, അതേ ജീവനോടെ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ശേഷിക്കുന്ന വിശുദ്ധന്മാർ ആകാശമേഘങ്ങളിൽ അവരോടൊരുമിച്ച് എതിരേൽക്കുവാൻ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. അപ്പോൾ കർത്താവ് പോയതുപോലെ മടങ്ങി വരും. യേശുക്രിസ്തു യാഗമാകുക മാത്രമല്ല, മരണത്തെ ജയിച്ച്, പാപത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശു പറഞ്ഞു പോയതുപോലെ മടങ്ങി വരും. ആ കർത്താവിന്റെ മടങ്ങി വരവിന്റെ ലക്ഷണങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും തീപ്പൊയ്കയിൽ തള്ളിവിടും. ആരുടെ പേരാ തീപ്പൊയ്കയിൽ തള്ളിയിടുന്നത്? ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും അധികാരിയാണ്, കോടികൾ ബാങ്കിൽ ബാലൻസ് ഉണ്ട്, ഞാൻ 1 കോടി കൊടുക്കാം, ആ പുസ്തകത്തിൽ പേരെഴുതി തരാമോ എന്ന് ചോദിച്ചാൽ ആർക്കും എഴുതാൻ പറ്റത്തില്ല. കാരണം ഈ ഭൂമിയിലെ മനുഷ്യനല്ല ആ പുസ്തകത്തിൽ പേരെഴുതുന്നത്, ഇവിടുത്തെ രാഷ്ട്രീയ അധികാരികളല്ല ആ പേരെഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരൊക്കെ അതിനകത്ത് കണ്ടേനെ. ഇവിടുത്തെ മത നേതാക്കന്മാരല്ല ആ പുസ്തകത്തിൽ പേരെഴുതുന്നത്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും മതത്തിലെ എല്ലാ വ്യക്തികളുടെയും പേര് അതിൽ കണ്ടേനെ. ഇവിടുത്തെ അതേ സമുന്നതമായ നേതാക്കന്മാരല്ല, ജന്മിമാരല്ല അവിടെ എഴുതുന്നത്. ആ പേരെഴുതുന്നത് സർവശക്തനായ ദൈവമാ. ആരുടെ പേരാ എഴുതുന്നത്? മാനസാന്തരപ്പെടുന്ന ഒരു പാപിയുടെ പേരാണ് എഴുതപ്പെടുന്നത്. നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഗുരുവേ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് സത്യം പഠിപ്പിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നവനാ. പക്ഷേ ഒരു കാര്യം മാത്രം ചെയ്യണം, വെള്ളത്തിനാലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെട്ടില്ലെങ്കിൽ നിനക്ക് ആ ദൈവരാജ്യത്തിൽ എത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയരെ, ആ ജീവന്റെ പുസ്തകത്തിൽ പേര് ഇതുവരെയും എഴുതിയിട്ടില്ല. ഇന്ന് നാം മരിച്ചാൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കുമെന്ന് ആകുലപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നവരാണോ? നിരാശയിലും അസമാധാനത്തിലും ആത്മഹത്യ ചിന്തയിലും മദ്യപാനമോ മയക്കുമരുന്നോ ലഹരികളോ ഏതെങ്കിലും പാപത്തിന്റെ അടിമത്തത്തിൽപ്പെട്ട് സമൂഹം അവഗണിച്ച് ഭാര്യ സ്നേഹിക്കുന്നില്ല, ഭർത്താവ് സ്നേഹിക്കുന്നില്ല, ഭാര്യ കുഞ്ഞുങ്ങൾ ബഹുമാനിക്കുന്നില്ല, സമൂഹം അംഗീകരിക്കുന്നില്ല, ജീവിതം വഴിമുട്ടി എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരാണോ നിങ്ങൾ? ആത്മഹത്യയൊന്നും ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. യേശു വിളിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ദൈവമേ, ഞാനൊരു പാപിയായ മനുഷ്യൻ എന്ന് ഞാൻ അറിയുന്നു. എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി അങ്ങ് കാൽവരിയിൽ യാഗമായെന്നും എന്നെ ചേർക്കുവാൻ മടങ്ങി വരുമെന്നും അതേ ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, ആ പുസ്തകത്തിൽ എന്റെ പേരൊന്ന് എഴുതണമേ. ഒരു നല്ല സ്വഭാവത്തിൽ ജീവിക്കുവാൻ, മാതാപിതാക്കൾക്ക് കൊള്ളാകുന്ന നല്ല മക്കളായി, ഭാര്യയ്ക്ക് കൊള്ളാകുന്ന നല്ലൊരു ഭർത്താവായി, ഭർത്താവിന് കൊള്ളാകുന്ന നല്ലൊരു ഭാര്യയായി, അതേ അമ്മയപ്പന്മാർക്ക് കൊള്ളാകുന്ന നല്ലൊരു മക്കളായി, സമൂഹത്തിന് കൊള്ളാകുന്ന ഒരു നല്ല പൗരനായി, അതേ സഹോദരിമാർക്കും സഹോദരന്മാർക്കും കൊള്ളാകുന്ന നല്ലൊരു സഹോദരിയായി, സഹോദരനായിട്ട് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ അതിനെ സഹായിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കും? ബലഹീനനായ മനുഷ്യനെ ദൈവം സഹായിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ കർത്താവിന്റെ സമാധാനം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? വേണമെങ്കിൽ
നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങളായിരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ഒരു വാക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കൂ. ഞാൻ ഈ പ്രാർത്ഥനാ വാചകം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഒരു വാക്ക് നിങ്ങളായിരിക്കുന്നിടത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കൂ. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. എന്റെ പാപമെല്ലാം ഞാൻ അറിയുന്നു. ഞാനൊരു പാപിയായ മനുഷ്യനെന്ന് ഞാൻ സമ്മതിക്കുന്നു. യേശുവേ, എന്റെ പാപമാണ് എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ എന്റെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടി അങ്ങ് കാൽവരിയിൽ യാഗമായി ഉയർത്തെഴുന്നേറ്റു. അങ്ങ് എനിക്ക് വേണ്ടി മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിത്യമായ സ്വർഗത്തിലെത്തുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. എന്റെ പാപമെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. മദ്യം എനിക്ക് വേണ്ട, മയക്കുമരുന്ന് എനിക്ക് വേണ്ട, ലഹരികൾ എനിക്ക് വേണ്ട, അധാർമ്മ പ്രവൃത്തികളൊക്കെ ഞാൻ ഉപേക്ഷിക്കുന്നു. ദൈവമേ, എന്റെ പാപമെല്ലാം എന്നോട് ക്ഷമിക്കണമേ. അങ്ങ് എന്നെ സ്വീകരിക്കണമേ. അങ്ങയുടെ മകനാക്കി മകളാക്കി എന്നെ ഒന്ന് തീർക്കണമേ. ആ മരണശേഷമുള്ള സ്വർഗത്തിൽ എത്തുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ആ ശിക്ഷാവിധിയിൽ നിന്നും എനിക്കൊരു മോചനം അങ്ങ് തരണമേ. അങ്ങയുടെ കരങ്ങളിൽ എന്നെ ഞാൻ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുവേ, അങ്ങ് ഞാൻ എന്റെ കർത്താവും രക്ഷിതാവുമായി എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. എന്റെ ഹൃദയത്തിൽ അങ്ങ് വരണമേ. എന്റെ ഭവനത്തിൽ അങ്ങ് വരണമേ. അസമാധാനത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ